ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു മാംഗോ കസ്റ്റാർഡ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പം എല്ലാവരും മുഴുവനായിട്ടും കണ്ടു നോക്കുക, ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കൽ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 3 കപ്പ് പാലൊഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഉണ്ടല്ലോ, അതൊരു കപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് പാലോ അതല്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ആ പാലിൻ്റെ മിക്സിലേക്ക് ഈ ഒരു കസ്റ്റാർഡ് വാട്ടർ ഒഴിച്ചു കൊടുക്കുക. ഇത്രയും പ്രോസസ്സ് നമ്മൾ സ്റ്റൗ കത്തിക്കാതെ തന്നെ ചെയ്തെടുക്കുക. അതിനുശേഷം മാത്രം നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് ഈ പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മളുടെ കസ്റ്റർഡ് ഇവിടെ റെഡി ആവുന്നുണ്ട്. പിന്നെ കസ്റ്റർഡ് ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഏകദേശം അതൊരു തിക്കാവുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അതല്ലെങ്കിൽ അടിയിലൊക്കെ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇതാ നമ്മളുടെ കസ്റ്റർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം കൂടി നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് മാംഗോ മിൽക്ക് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പിലേക്ക് 1/4 കപ്പ് പാലും അതുപോലെ 1/4 കപ്പ് മാംഗോ പ്യൂരിയും പിന്നെ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മളുടെ മാംഗോ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ട്രേയിലേക്ക് ആവശ്യാനുസരണം ബ്രെഡ് ഇതുപോലെ എഡ്ജൊക്കെ കളഞ്ഞിട്ട് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. അതിന് മുകളിലായിട്ട് നമ്മളുടെ ഈ മാംഗോ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇത് 2 ലെയറായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ ഫസ്റ്റ് ലെയറിൽ മാത്രമേ ബ്രെഡിൻ്റെ മുകളിൽ ഇതുപോലെ മാംഗോ മിൽക്ക് സ്പ്രെഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്കൊരു ക്രീം മിക്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 125 മില്ലി തിക്ക് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഫ്രഷ് ക്രീം വേണമെങ്കിൽ അതെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 1/3 കപ്പിൽ 1 കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 2-3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1/3 കപ്പിൽ തന്നെ 1 കപ്പ് മാംഗോ പ്യൂരി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളുടെ ക്രീം മിക്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാംഗോ ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. നമ്മളെപ്പോഴും മാംഗോവും പൈനാപ്പിളൊക്കെ പുഡിങ്ങിൽ ഇടുമ്പോൾ ഇതുപോലെ ഷുഗറിലൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ ഇതാ നമ്മളുടെ മാംഗോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ ബ്രെഡിൽ കുറച്ച് മാംഗോ മിൽക്ക് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്ക് നമ്മളുടെ കസ്റ്റാർഡ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളുടെ ക്രീം മിക്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഫസ്റ്റ് ലെയർ ആയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ക്രീം മിക്സ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാംഗോ ഉണ്ടല്ലോ, അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വാൾനട്ടും അതുപോലെ കാഷ്യൂ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ നമ്മളുടെ സെക്കൻഡ് ലെയർ സെറ്റ് ചെയ്യുക. ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെ ആദ്യം എഡ്ജൊക്കെ കളഞ്ഞിട്ടുള്ള ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മാംഗോ മിൽക്ക് ആഡ് ചെയ്യുന്നില്ല, കസ്റ്റർഡ് ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. കസ്റ്റർഡ് നമ്മൾ ഒഴിച്ചെടുക്കുമ്പോൾ അത്യാവശ്യം ചൂടുണ്ടായിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രെഡ് നന്നായിട്ട് സോക്കായി വരും. ഇനിയിപ്പോൾ ഇതാ അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ക്രീം മിക്സ് ഉണ്ടല്ലോ, ബാക്കിയുള്ള ക്രീം മിക്സ് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം മാംഗോ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വീണ്ടും നമ്മളുടെ ആ ബാക്കിയുള്ള നട്ട്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മളുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ ഒരു 3-4 മണിക്കൂർ നമ്മളുടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ച് സെറ്റ് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്.
നമ്മളുടെ ഈ മാംഗോ ലവേഴ്സിനൊക്കെ നമ്മളുടെ ഈ ഒരു പുഡിങ് വളരെ ഇഷ്ടമാവും കേട്ടോ. മാംഗോ ഇഷ്ടമില്ലാത്തവർക്ക് ഇഷ്ടമാവില്ല, അതിൻ്റെ സ്മെല്ലൊന്നും പിടിക്കാത്തവർക്ക് ഇഷ്ടമാവില്ല കേട്ടോ. അപ്പോൾ ഇതാ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി ഐറ്റമാണ്. ഉണ്ടാക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നമ്മുടെ വീഡിയോസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.